Hi guys, good morning and welcome to our new vlog, last day in Doha. സോ ദോഹയിലെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഒരു പോഷ് ദോഹ അതായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും പോഷ്യസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സ്ഥലങ്ങളും അങ്ങനത്തെ ഒക്കെ കിട്ടലിനാണ്. ദോഹ സംഭവമാണ് കേട്ടോ. ലൈക്ക് എന്താ പറയുക, ഇറ്റ്സ് നോട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറ്റ്സ് ലൈക്ക് എ സ്ലോ പേസ് ഓഫ് ലൈഫ്. ദുബായ് മറ്റേ ഒരു സ്റ്റെറോയിഡ്സിൽ ഓടുന്നവരാണെങ്കിൽ ഇവരൊരു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് പ്രോസസ്സിലുള്ള ഒരു സംഭവമാണ്. ആദ്യം തന്നെ പാകിസ്ഥാനി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. പ്രിയയ്ക്ക് പാകിസ്ഥാനി ഫുഡ് ഇഷ്ടമാണെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് വ്ളോഗ് തുടങ്ങാം. എല്ലാം നമ്മളെ സ്വന്തം ഫാമിലി വല്ല റോയ് ചേട്ടൻ കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് ദോഹ വന്നപ്പോൾ ഫുൾ ഫ്രീ ആണ്, മെന്റലി ഫുൾ ഫ്രീ ആണ്. ജസ്റ്റ് വ്ളോഗ് ഷൂട്ടിങ്ങിന്റെ കാര്യം മാത്രമേ നോക്കിയാൽ മതി. പ്ലാനിങ്ങും എല്ലാം റോയ് ചേട്ടൻ ചെയ്തോളൂ. എല്ലാം പാക്ക് ചെയ്യണം. നാളെ നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഇതൊക്കെ പാക്ക് ചെയ്യണം. പക്ഷെ എനിക്ക് ആ കൂടെ പറയാനുള്ള ഒരു കാര്യം, പ്രിയ അവിടെ, പ്രിയ, wow, looking nice. Hi. This is also from Oro Happy Store. Okay, you're looking very nice. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വാച്ച് ദോഹയിൽ ഉപയോഗിക്കുന്ന ഓക്കെ, മോഷണമുള്ള സ്ഥലത്ത് ഉപയോഗിക്കരുത്. നമ്മൾ അടുത്ത പോകുന്ന സ്ഥലത്ത് മോഷണം സാധ്യതയുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അടുത്ത കൺട്രി. ദോഹയിൽ ഒരു കുഴപ്പമില്ലല്ലോ. അതെ, എനിക്കറിയില്ല. അപ്പൊ റോയ് ചേട്ടാ, നമ്മുടെ ലാസ്റ്റ് ഡേ അപ്പൊ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് മുഷരിഫ് ഡൗൺ ടൗണിലെ റാം നോക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ഈവനിങ്ങില് മോഡേൺ ഖത്തർ കാണാൻ പോവാം. ഈ മിഷ്റഫ് എന്ന് പറയുന്ന സ്ഥലം മോഡേൺ അല്ലേ? അത് മോഡേൺ ആണ്. അത് പുതിയതായിട്ട് ഇപ്പൊ അവരുണ്ടാക്കിയെടുത്ത. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലുസൈൽ ബോളിവാർഡ് ഉണ്ട്, ഖത്തർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് ഫുൾ പൊളിക്കാം. ഇന്ന് ഫുള്ള് പരിപാടികളാണ്. തുടക്കം പാകിസ്ഥാനി ഫുഡ്. പാകിസ്ഥാനി ഫുഡ്, പാക് പക്വാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്. നിങ്ങളുടെ ഗാങ്ങിന്റെ ഫേവറേറ്റ് സംഭവം അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അവിടെ തന്നെ തുടങ്ങി. അതിന് വൈകുന്നേരം ചേച്ചിയും പിള്ളേരെയും കൊണ്ടുവരണം. അവരെ കൂടെ കൊണ്ടുവരാം. അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് ബെസ്റ്റ് തിങ് എന്താണെന്ന് അറിയാം, വന്ന് കയറിയപ്പോ തന്നെ സ്റ്റാഫ് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഫുഡ് അടിപൊളിയായിരിക്കും അല്ലെ? സ്റ്റാഫ് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ധൈര്യമാണ്. ഇവിടെ ഓബിയസ്ലി ഫുഡ് സേഫ്റ്റി ഒക്കെ ഭയങ്കര നല്ലതായിരിക്കുമല്ലോ ദോഹയില്. കഴിക്കാൻ പോകുന്നത് പാക് പക്വാൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒക്കെ ഒരു ഫേവറേറ്റ് ലോക്കൽ ഹാങ് ഔട്ടാന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റി പാകിസ്ഥാനി ഫുഡാണ്. പ്രിയ, പൊളിക്കണം കേട്ടോ പാകിസ്ഥാനി ഫുഡ് കഴിച്ച്. അത് ബാങ്കറയാ. അതെങ്ങനെയാ പാകിസ്ഥാനി ഡാൻസ് ആവുന്നത്? പാകിസ്ഥാനി ഡാൻസ് എനിക്കറിയാം, വിവരമാണ് എനിക്ക്. ഇപ്പോ അത് ബാങ്കറയാ. ഇത് നോക്കിക്കേ, എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്ക്. ഇത് ഇവരുടെ എന്താ ഈ റൈസ് പറയാറാക്കടാ? ഇത് മിക്സഡ് ഗ്രില്ല. മിക്സ് ഗ്രില്ലാണത്. അടിയിൽ റൈസിൽ വരുന്നതേ ഉള്ളൂ. അല്ല, നമ്മള് റൈസിന്റെ ഒരു ഐറ്റം പറഞ്ഞില്ല. സൂചി ക്യാൻസൽ ചെയ്തോ? അല്ല, അത് വരും. അല്ലല്ല, അത് ഇത് നല്ല ആര് കഴിക്കും? നമ്മൾ കഴിക്കും. ഇരുന്നും കഴിക്കില്ല, ഫുള്ളായിട്ട് കഴിക്കാം. നല്ല സാധനം. അയ്യോ, ഇത് മിക്സ് ഗ്രില്ലാണ്. ഇത് മട്ടന്, ബീഫ്, അല്ല മട്ടനും ചിക്കനും കബാബ്സും എല്ലാം ഉണ്ട്. അടിയിൽ റൈസ്. ഓ, സോ ഡെക്കഡൻ. പാകിസ്ഥാനിലെ മെയിൻ തിങ് ഇതുപോലെ തന്നെ കാശ്മീർ ഒക്കെ പോലെ തന്നെ കബാബ്സ് ആണ്. ഇവിടെ ഗാർലിക് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും, അത്രയും ടേസ്റ്റ് ആണ്. കൂടാതെ ഈ റൈസ്, ഇത് നമ്മുടെ നാട്ടിലെ ബാബ അറേബ്യയിലൊക്കെ ഇതുപോലത്തെ ഒരു സംഭവം കിട്ടുവേ. അതിന്റെ ഒക്കെ ഒരു രീതിയിലുള്ള റൈസ് ആണ്. നമുക്ക് ടേസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. ഇവരുടെ ഈ മട്ടൻ ചോപ്സിങ് തന്നെ തുടങ്ങാം കേട്ടോ. എന്തൊരു രസമായിട്ട് അവര് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക്. എന്റെ അമ്മോ, നോക്കടാ, വന്നില്ലെങ്കിൽ മിസ്സായി പോയാന്. ഇവിടെ ഉള്ളവര് ഓടി വന്ന മീറ്റ് ലവേഴ്സ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. നമുക്ക് ഈ നാനും ഇതും കൂടെ ഒന്ന് പിടിച്ച്, no one does grills like Pakistani. അടിപൊളിയാ. അറബ്സിന്റെ കാട്ടി ഫ്ലേവറാ, ടർക്കിഷിന്റെ കാട്ടി ഫ്ലേവറാ. ഇവരുടെ ഈ ഒരു ഗ്രീൻ കളർ ചിക്കൻ ആണ്. ഓ, ഇത് നമ്മുടെ ഒരു തങ്കടി കബാബിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് വരുന്നത്. പക്ഷെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്, പെർഫെക്റ്റ്ലി കുക്ക്ഡ്. ഇവരുടെ കബാബ്സ് ആണ്. നമുക്ക് ഷീഖ് കബാബാന്ന് തോന്നുന്നു. എന്തൊരു ജ്യൂസ്. എനിക്കൊന്നും ഇത് ഓയില്, ഈ മീറ്റിന്റെ ഓയിൽ വെച്ച് തന്നെ അവർ കുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓബിയസ്ലി കബാബ്സ് ഇതുപോലെ ആയതുകൊണ്ട് യു കെൻ സീ ദ സ്പൈസസ്. ഇത് ഓവർ കുക്ക് ചെയ്താൽ ഡ്രൈ ആവും, അണ്ടർ കുക്ക് ചെയ്താൽ റോ ആയിരിക്കും. പെർഫെക്റ്റ്ലി കുക്ക് ചെയ്തില്ലെങ്കിൽ കബാബ്സും ടിക്കാസും ഒന്നും ഒരു കാര്യമില്ല. It cannot get more perfect than this. So wonderful, so smoky. അടിപൊളി. ഇവരുടെ ഈ ഒരു റൈസും ചിക്കനും കേട്ടോ. ഇത് കുറച്ച് സവോളയും കൂടെ വെച്ചിട്ട്
ബെസ്റ്റ് പാർട്ട് എന്താ അറിയോ, വളരെ മൈൽഡാണ്. ഒട്ടും മസാലാസ് ലൈക്ക് നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് അറബിക്കിനെ കാട്ടി ഫ്ലേവറും ഉണ്ട്. ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് പോലെയാണ്. ചിക്കനൊക്കെ കണ്ടോ എന്തൊരു ടെൻഡറാന്ന് പറഞ്ഞോ. ഇത് മട്ടനാ പറഞ്ഞത്, അവർ ചിക്കൻ മാറിക്കൊണ്ടുവന്നാണ്. എന്നാലും നല്ല ടേസ്റ്റ്, ചെറിയൊരു പുളിപ്പുണ്ട്, ഭയങ്കര ഫ്ലേവർ. ഇത് ഫുഡ് ഹാഫ് പോർഷൻ പറഞ്ഞാൽ പോലും 3 പേർക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എന്ന് പറഞ്ഞാൽ തീർക്കാൻ പറ്റുന്നില്ല, അത്രയും ക്വാണ്ടിറ്റിയാണ്. ലാസ്റ്റ് പായസം കീർ ഇവരുടെ, അതിൻ്റെ ക്വാണ്ടിറ്റി നോക്ക്. ഇത് അടുത്ത സൈസ്. ഇതേ പഞ്ചാബി ഫുഡ് അല്ല, സോറി പാകിസ്ഥാനി ഫുഡ്. അതെന്നാ ബാങ്കർ തന്നെ മനസ്സിൽ കിടക്കുക. എന്ത് കളിക്കാൻ കൊള്ളാവോ കീറ്? ഈ റോയ് ചേട്ടനാണ് നമ്മുടെ കൂടെ വരുന്നോണ്ടല്ലോ ഇതായിട്ട് ഒരു കൺട്രോളും ഇല്ല കേട്ടാ. അപ്പൊ ടിൻ ചേച്ചി വെയിറ്റ് കൂടിയ റോയ് ചേട്ടനാണ് ഉത്തരവാദി, ഞങ്ങള് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നൊന്നുമില്ല. എങ്ങനെയുണ്ട്? ആ അയ്യല്ലേ കട്ടി കൂട്ടി ഫ്രിഡ്ജിൽ വെച്ച്. ഓ അപ്പൊ നാട്ടിൽ പോയി ഒന്നും ഉണ്ടാക്കാം. എനിക്കൊന്ന് പച്ചരി ആയിരിക്കും. ഇനി നമ്മളിവിടെ ട്രാം ഉണ്ടെന്ന്, ദോഹയില് ട്രാം. കെൻ യു ബിലീവ് ഇറ്റ്? പണ്ടായിരുന്നില്ല, പണ്ട് ട്രാം എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്. എല്ലായിടത്തും പഴയ സ്ഥലത്തല്ലേ, ഇവിടെ പുതിയതായിട്ട് ട്രാം വന്നിരിക്കുന്നു. ആ അത് പക്ഷെ പഴയതായതുകൊണ്ടല്ലേ. സോ ഇപ്പൊ ട്രാം വരും, ട്രാമിൽ കൂടെ പോകണം നമുക്കൊരു ആഗ്രഹമുണ്ട്. സോ മിഷ്റഫ് ഡൗൺ ടൗണില് ട്രാം സ്കൈ കൂടെ ഇങ്ങനെ പറന്നു വരുന്ന ട്രെയിനാണ് ട്രാം. അവൻ കളിക്ക്, പാകിസ്ഥാനി ഡാൻസ് കളിക്ക്. ഇതെന്താ അയ്യ അമ്മയുടെ ഡാൻസ് ഒക്കെ ചെയ്തു. പാകിസ്ഥാനിക്കാരെടുത്ത് അടിക്കും. ഇതെന്താ ഇത് ഡോല് ബാജേ? അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കളിക്കണം നമ്മള്. ഇത് തിരുവാതിര, ഇത് പാകിസ്ഥാനി. ഓ വേദോ ഒരു റൊണാൾഡോയുടെ പോസിംഗ് ഉണ്ട്. എന്നാ പിടിക്ക് കൊട, വെയിലില്ലാത്തടത്തും കൊടയിട്ട് നടക്കും. ശരിക്കും ഒരു യൂറോപ്യൻ ഫീൽഡ്. മഷ്റഫ് ഡൗൺ ടൗൺ അല്ലേ? മുഷറഫ് ഡൗൺ ടൗൺ. ഓട് എന്ത് യൂറോപ്പിൽ അവർ അങ്ങോട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഇവർക്ക് പൊതുവെ യൂറോപ്പിനോടാണല്ലോ ഫാസിനേഷൻ, അതുകൊണ്ട് ആ ലെവലിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് മഷ്റഫ് ഡൗൺ ടൗൺ. അറിയോ വേറൊരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത്, മൊത്തം ഒരേ കളറാണ് ബിൽഡിങ്സ്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗി. അത് ഇവരുടെ ഒരു മണ്ണിന്റെ കളറ്, അത് ഒരു അറബ് ടച്ച് കൊണ്ട്. ആ സമയത്ത് ആർക്കിടെക്ചർ ഒക്കെ വളരെ മോഡേൺ ആൻഡ് യൂറോപ്യൻ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒട്ടും ഒരു അറബ് ഇൻഫ്ലുവൻസ് ഇല്ല ഇവിടുത്തെ ആർക്കിടെക്ചറിനൊക്കെ. ഇതിയൊക്കെ നോക്കി ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം ഹൈ എൻഡ് സംഭവങ്ങളാണ്. പിന്നെ മൊത്തം ഇതുപോലെ സ്ട്രീറ്റ് ആർട്ട് ഇൻസ്റ്റലേഷൻസും. പാർക്കിംഗ് ഇവിടെ ഒരു ചലഞ്ചിങ് ആണ്, പോലീസ് വെഹിക്കിൾസ് ഓൺലി. ഇതിന് തൊട്ട ബാക്കില് സൂക്കാക്കും. പിന്നെ പാർക്കിംഗ് സ്ഥലം കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ, ഗാലറിയുടെ അകത്ത്, ഈ മോളുടെ അകത്തുണ്ടെന്ന് പാർക്കിംഗ്. ഞാൻ ഇതുവരെ ഇത്രയും കാലിയായിട്ട് കിടക്കുന്ന ഏരിയാസ് മോൾസ് ഒന്നും കണ്ടിട്ടില്ല. എല്ലാ ഷോപ്സും ഉണ്ട്, പക്ഷെ ആൾക്കാർ കുറവാ ദോഹയില് അല്ലേ? എന്ത് രസം നോക്കാം മോൾസ്. അതുകൊണ്ടൊരു രസമുണ്ട്. എന്ത് തിരക്കില്ലാത്ത? അതെ. എന്താണെന്നറിയോ, ഈ വാങ്ങുന്നവര് വന്നിട്ട് ചിലപ്പോൾ ഒരു 10-50 ലക്ഷത്തിന് വാങ്ങിക്കൊണ്ട് പോകും. അപ്പൊ ഇവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം 1-2 സെയില് മതി. ഇവരുടെ ആൾക്കാരല്ലേ. എങ്ങനെയുണ്ട് കാഫേ? എന്ത് ദോഹയിലേക്കല്ലേ? ജോലി കിട്ടിയാ മാറാം. എന്ത് ഒരു ഹാപ്പി സ്റ്റോർ നടക്കില്ല. ബാങ്കോക്ക് ഫാഷനും നമ്മുടെ ബാങ്കോക്ക് ഫാഷന്റെ ജ്വല്ലറി കളക്ഷൻസും തുടങ്ങാൻ വേണമെങ്കിൽ റോഡൊക്കെ കിടക്ക. ശരിക്കും ഇത് തന്നെ കേട്ടോ, യൂറോപ്പിന്റെ ഒരു ഏരിയ പോലെ അവർ മൊത്തമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. ബിൽഡിങ്സും വാക്ക് വേസും കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സും ഇതുപോലെ പബ്ലിക് സ്ക്വയറിനൊക്കെ നമ്മൾ യൂറോപ്പിൽ പറയുമല്ലോ, ആ ഒരു ലെവലിൽ കുറച്ച് സ്ക്വയേഴ്സും പബ്ലിക് പ്ലേസസ്, ഗ്രീനറി, എവറിത്തിങ്. വെറും മരുഭൂമി. ഒന്ന് ആലോചിച്ചൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ്, പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. ഒരു പ്രൈം എക്സാമ്പിൾ. പൊടിയില്ല, ഡേർട്ട് ഇല്ല, ഡസ്റ്റ് ഇല്ല. ഈ കാണുന്നത് വെള്ളമുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇറ്റ് ഈസ് വാട്ടർ. അത്രയും ക്ലിയർ ആയിട്ട് ഒരു അഴുക്കും ഡേർട്ടും ഇല്ലാതെ. ട്രാം ഫ്രീ ആണ് ഇവിടെ, ഫ്രീ സർവീസ്, അൽ ബഹ്റ സ്റ്റേഷൻ. അപ്പൊ ഒന്ന് ഫുൾ കറങ്ങിയിട്ട് വരാൻ പറ്റും. നിങ്ങളുടെ ദോഹ
ഒരു സംഭവമാണ് റോയ് ചേട്ടാ. അയ്യോ, കംപ്ലീറ്റ് ഫ്രീ അല്ലേ? വേൾഡ് കപ്പ് ടൈമിൽ എല്ലാം ഫ്രീ ആയിരുന്നു. ഓ, പൈസ ആക്കിയത് പ്രിയ. ഇവിടെ ട്രാമില്ലേ? ഫ്രീയാ, ടിക്കറ്റ് ഒന്നും വേണ്ട, വെറുതെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ. അതേ പറയാം, ഇത് ഫ്രീ. പാർക്കിങ്ങിന് ഭയങ്കര പൈസ കുറവ് അല്ല? എനിക്ക് ഇവരൊക്കെ ആൾക്കാർ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഒന്ന് എന്താ പറയുന്നത് സംഭവം ഒന്ന് പറയണം. ദോഹ സെറ്റിൽ ചെയ്താൽ മതി തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആണെങ്കിലും. പക്ഷെ ആൾക്കാർ കൂടിയാലും പ്രശ്നമല്ലേ? എത്ര ആൾക്കാർ വരുന്നത്? കാരണം ഒരു ബേസിക് സ്റ്റാൻഡേർഡിന് താഴെ പോകുന്നില്ലല്ലോ ഇവര്. സോ ഒരു ബേസിക് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് ട്രാം. എന്താ അല്ലേ, ഇത്രയൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല റിംഗ് നല്ല ബെല്ല, ആ ഒരു നമ്മുടെ യൂറോപ്യൻ ഫീൽ തന്നെ മൊത്തം. ഇത് കണ്ട, മൊത്തം ഒരു ഓപ്പണർ ആയിട്ട് പക്ക ഒരു ടൂറിസ്റ്റ് സംഭവമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. മോർ ദാൻ പീപ്പിൾ ടു ഗോ ഫ്രം 1 point to another. റിയലി ടൂറിസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഇതുപോലത്തെ പാർക്സും. കംപ്ലീറ്റ് ഫ്രീയുടെ ഏരിയ ആണ് കേട്ടാ, കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ദുബായ് പോലെ ഇത്ര ഒരു ചാം കാണുന്നു അല്ലേ? ദുബായിലെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ല എല്ലാം ഓവർ ക്രൗഡഡ് അല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ഏരിയ ഒന്നും കാണില്ല. ഫ്രീ ട്രാം ഒക്കെ ഇല്ലല്ലോ. ട്രാമിലില്ലേ പ്രിയ? പോകുമ്പോൾ നമ്മൾ ബിൽഡിങ്സിന്റെ ഇടയിൽ കൂടെ പോകുന്ന പോലെ തോന്നുന്നു. ട്രാം സ്റ്റേഷനിൽ ഫ്രീ ആയിട്ടുള്ള കുട്ടികൾക്ക് പ്ലേ ഏരിയ ഒക്കെ. അൺബിലീവബിൾ വാട്ട് ഖത്തർ ഈസ് ഡൂയിങ് ഫോർ ദ എന്താ പറയുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി. കുട്ടികൾക്ക് കളിക്കാം. അതെ, അല്ല അല്ലെങ്കിലും ഇവിടെ വന്നിട്ട് കളിച്ചിട്ടൊക്കെ പ്രാമിക്കറി പോവാലോ. വെക്കാനുള്ള സ്ഥലം എന്ത് ക്ലീനാന്ന് നോക്ക്. നമ്മൾ പൈസ കൊടുത്ത് നാട്ടിൽ കയറുന്ന സ്ഥലത്തിനെ കാട്ടി ക്ലീനാണ് ഇവിടുത്തെ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഇതേ നമ്മൾ വേദ് പണ്ട് ഫൗണ്ടനിൽ കളിച്ച ഓർമ്മയുണ്ടോ റഷ്യയിലൊക്കെ? അതെ, ആ സാധനം പ്രിയയുടെ റൈറ്റിൽ ഇതേ നേരെ. നമ്മൾ ജസ്റ്റ് ഇതേ ഇവിടെ ഒന്ന് ഇറങ്ങിയതാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് മോൾസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സ്പേസ് വിട്ടിട്ട്, ഓഫീസ് കോംപ്ലക്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സ്പേസ് വിട്ടിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ നോക്കിയപ്പോൾ കുറേ വിൻറ്റേജ് കാർസും ഗോൾഫ് കാർസും. കാറിന്റെ അല്ല, അന്തോന്റെ അകത്ത് കയറിപ്പോ ഒരു 10 ഫോട്ടോ എടുത്താനെ. എന്തൊരു നല്ല എന്ത് വിൻറ്റേജ് സംഭവങ്ങൾ തന്നെ. ഏത് ടൊയോട്ട സൂപ്രയാന്ന് തോന്നുന്നത്, കോർവെറ്റ്, മറ്റേത് അർബാത്ത്, ഫിയറ്റ്. എല്ലാം അടിക്കും. ഇത്രയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വേർത്തുള്ള കാർ വെച്ചിരിക്കുന്ന സ്ഥലം എന്താണെന്നറിയോ? കഫേയാ. വെറും കോഫി മാത്രം കൊടുക്കുന്ന ഒരു കഫേ. ആ കൊടുക്കുന്ന സാധനം ഒരു കഫേയും വിൽക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരു 10-30 കോടിയുടെ കാറായിരിക്കും ഇവിടെ കിടക്കുന്നത്. നമുക്ക് പറ്റിയൊരു വണ്ടി ഞാൻ കണ്ടു. ഷോലെ പ്രിയ ഇപ്പുറത്ത്, ഞാൻ ഇപ്പുറത്തും. ഇത് ഡാഡിക്കും മമ്മിക്കും ബെസ്റ്റ്. അടിയായിരിക്കും. മമ്മി അപ്പുറത്ത്, ഡാഡി അപ്പുറത്ത്. നല്ല രസമുണ്ടല്ലേ? ഒരു കഫേ ആണെന്ന് തോന്നുന്നു പ്രിയ. ഇത് കഫേ ആണോ ഫർണിച്ചർ കടവല്ലാണോ? ചുമ്മാ അല്ലേ? ചുമ്മാ പൈസ എന്തെങ്കിലും. നല്ല രസമുണ്ട്. ഭയങ്കര ഹോട്ട് ചോക്ലേറ്റിന്റെ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. റോയ്ചേട്ടൻ പറയാ ഞാൻ ചുമ്മാ തള്ളുവോ? അത് ആഞ്ചലീനെ തോപ്പിക്കില്ല, പക്ഷെ ലുക്കില് ആഞ്ചലീനെ കാട്ടി ബെറ്റർ ആയിരിക്കും. ടേസ്റ്റ് എനിക്കറിയില്ല. റോയ്ചേട്ടൻ കുടിക്കുവോ? ഇല്ല, അത് കാര്യമില്ല. ആണോ? ഓക്കെ. പെർസെന്റേജ് കോഫിയുടെ ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങള് എല്ലായിടത്തും ഒരു പൈസയുടെ ഒരു അഴിഞ്ഞാട്ടമാണ്. ആ, എന്നാ പിടിച്ചോ, ഒരു കോഫി ഷോപ്പ് തുടങ്ങിക്കോ. അത് നമ്മള് ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. എന്താ അല്ലേ? വേഴ്സാഷയുടെ ഇന്റീരിയേഴ്സ് ആണ്. ഹോം ഉണ്ടായിരുന്നു, ഞാനും ഇപ്പോൾ അറിയുന്നത്. ചെയർ, സോഫാസ്, കുഷൻ കവേഴ്സ്, അതുപോലെ തന്നെ മറ്റേ വാസസ് എല്ലാം ഉണ്ട്. ഹോട്ട് ചോക്ലേറ്റിന്റെ ടീന്റെ അടുത്തിരിക്കും. അവിടെ ഇരിക്കാം, ആരും ഇല്ലല്ലോ. എന്തേ ഇതിന്റെ ബാക്ക് സൈഡ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളാ. ഇതിന്റെ പേര് സെയ്ദ് ദാൽ സെയ്ദ് എന്നാണ്. റോമിലുള്ള എന്തോ സംഭവം തോന്നുന്നു. റോമാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സെയ്ദ് ദാൽ അല്ല, ദാൽ സെയ്ദ്. ആൻഡ് ഇതുപോലെ ഡൈനിങ് ഏരിയ വിത്ത് ഗാർഡൻ, അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ ഇത് പാർക്ക്. പ്രിയ, ഹോട്ട് ചോക്ലേറ്റ് ആഞ്ചലീനയുടെ കണ്ടപ്പോ ഒരു സന്തോഷമല്ലേ? ഈ ഹോട്ട് ചോക്ലേറ്റിൽ കണ്ണ് തള്ളും. ലിറ്ററലി പ്രിയയുടെ കണ്ണിങ്ങനെ തള്ളി വരും.
അല്ലി പുറത്തോട്ട് മിക്കവാറും നോക്കും അല്ലെ. മിസ്റ്റർ ബീനിനെ പോലെ ഇങ്ങനെ ചാടുവോ? അത് സാധിക്കുമെങ്കിൽ അതും നടന്നേനെ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ ഉറപ്പാ. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിക്കാൻ റെഡി ആയിക്കോ. നോക്കിക്കോ, ഇതുപോലത്തെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കണ്ടു കാണില്ല. ആ മാത്രം ടേസ്റ്റ് ചെയ്ത് പക്ഷെ അതിന്റെ അകത്ത് അത്രയും തിക്കായിരിക്കില്ല. ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റീമിങ് ഹോട്ട് ചോക്ലേറ്റ് സൈഡിന് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അവര് പറയും ദില്ലു ചേട്ടൻ എന്തിനാ എക്സൈറ്റ്മെന്റ്, ഇതിനൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്, പൈസ ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ സ്ഥലത്ത് പോയി ഈ 1000-2000 രൂപയുടെ ഒക്കെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ. അതാണ് നമ്മുടെ ഗെയിം അല്ലേ, ലിവിങ് ദ മൂമെന്റ്. ഞാൻ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് മാത്രം ഒന്ന് എടുക്കട്ടെ. ഇറ്റ് ജസ്റ്റ് ടേക്സ് മിൽക്കും പാൽപ്പൊടിയും മിക്സ് ചെയ്ത ഒരു ഫ്ലേവർ. ടു ഗുഡ്, a little bit sweet but too good. ഡാർക്ക് മാത്രം ഒന്ന് എടുക്കട്ടെ, അല്ല വേണമെങ്കിൽ ഇങ്ങനെ കപ്പിനേ ഇങ്ങനെ എടുക്കാം. ഡാർക്ക് ടേസ്റ്റ് ബെറ്റർ ദാൻ ലിൻസ് മെൽറ്റഡ് ചോക്ലേറ്റ്. ഇവിടെ മിൽക്ക്, എൻ്റെ അമ്മോ, ഈ ഒരു ഒറ്റ സാധനം കാണിക്കാൻ തന്നെ ഈ വ്ളോഗ് വേർത്ത. തോറ്റോ? എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, ഞാൻ ചോക്ലേറ്റ് കുടിച്ചത്. മിൽക്ക് ഇസ് ജസ്റ്റ് പ്യുവർ മിൽക്ക്, സ്മൂത്ത്, സിൽക്കി. ദാറ്റ്സ് ദ ഡെഫിനിഷൻ ഓഫ് മെൽറ്റഡ് മിൽക്ക് ചോക്ലേറ്റ്. ഇനി കപ്പിൽ പിടിച്ച് കുടിക്കുക. കപ്പിലെടുക്കുന്നു, ദേ ഈ സാധനം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. തോറ്റില്ല. ദിസ് ഇസ് ലൈക്ക് മോർ ഓഫ് ഇന്റൻസ് ക്രേസി ലെവൽ ഓഫ് ചോക്ലേറ്റ്. മറ്റേത് ലിൻഡ് അല്ല, ഇത് അതിനെ കാട്ടി റിച്ചാ, പ്യോർ ഡാർക്ക് ആണ്. ഇറ്റ്സ് നോട്ട് സ്വീറ്റ്. നമ്മൾ ഈ സൈഡിലുള്ള ചോക്ലേറ്റ്സ് മിക്സ് ചെയ്താലേ സ്വീറ്റ് ആവുള്ളൂ. ആഞ്ചലീന ഇസ് മോർ ഓഫ് എന്താ പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ്. ഇത് അത്രയും ചോക്ലേറ്റ് ഭ്രാന്തുള്ളവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. കപ്പ് ഇങ്ങനെ നക്കണം ഇടയ്ക്കിടയ്ക്ക്. സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി നോക്കിക്കേ. ഒരു ചോക്ലേറ്റ് ലവറെങ്കിലും ഈ വ്ളോഗ് കണ്ടിട്ട്, ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരെ ഇത് കണ്ടിട്ട് ടെംപ്റ്റിംഗ് അല്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചോക്ലേറ്റ് ലവേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഞാൻ അധികം കമൻറ്റ് ചെയ്യാൻ പറയാറില്ല. ഐ വോണ്ട് ടു ഹാവ് ദിസ്, വൺ ഡേ ഐ വിൽ ഹാവ് ഇറ്റ്. അങ്ങനെ അല്ലെങ്കിലോ ഐ വിൽ ഹാവ് ദിസ് ഹോട്ട് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് സോ ഡെലിഷ്യസ്. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യും, യുവർ എ ചോക്ലേറ്റ് ലവർ, സോ ദാറ്റ് എനിക്കൊരു ഐഡിയ കിട്ടുമല്ലോ നമ്മുടെ ചാനൽ കാണുന്ന ഇത്രയും പേർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാകും, എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് അറിയാലോ. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു സാമ്പിൾ സൈസ് എങ്കിലും കിട്ടുമല്ലോ. ലുക്ക് അറ്റ് ദിസ്. സത്യമായിട്ടും എനിക്ക് തരാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നാലേ. നോക്ക്, ഖത്തറിലെ പോലെ ചുമ്മാ ഇതുപോലെ ഓരോ സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് മാക്സിമം ബ്യൂട്ടിഫിക്കേഷൻ, പൈസ തരുന്നുള്ള ബ്യൂട്ടിഫിക്കേഷൻ, അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് വലിയ മോളാട്ടോ, കാർട്ടിയറും അതൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഓരോ സാധനങ്ങളും ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് മോൾസ് ആണ്, ഇത് മൊത്തം പോഷ് ഏരിയ ആട്ടാ. അത് ഖത്താര കൾച്ചറൽ വില്ലേജ് അല്ലേ. അത് നോക്ക്, ഒരു ഗിഫ്റ്റ് ബോക്സിൽ ചരിച്ചു വെച്ചിരിക്കുന്നു. ഒരു സ്ക്രീൻ പോലെ ഫുൾ LED സ്ക്രീൻ. എന്ത് രസമല്ലേ. ഓൾ മോഡേൺ മാർവൽസ് ആണ് ഇവിടെ മൊത്തം ഖത്തറില്. ശരിക്കൊരു ബിൽഡിംഗ് ആണ് ഇത്, പ്രോപ്പർ ബിൽഡിംഗ് ചരിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ മതില് ഫുൾ LED സ്ക്രീനും. നോക്ക് ഗൈസ്, നമ്മളപ്പോൾ ഇപ്പോൾ ഖത്താര കൾച്ചറൽ വില്ലേജ് പറഞ്ഞാൽ അടുത്തൊരു വളരെ പോപ്പുലർ, ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 29,000 റിവ്യൂസ് ഒക്കെ ഉള്ളതാണ്. ഈ സ്ഥലം പല ആംപി തിയേറ്റേഴ്സ്, ഓപ്പൺ എയർ മോൾസ്, ബീച്ചുണ്ട്, ഖത്താര ബീച്ച്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ ഒരു ഓപ്പൺ ആംബിയൻസ് ഉള്ള ഒരു കിഡിലൻ സ്ഥലമാണ്. ഇപ്പോൾ രാത്രിയായി, പക്ഷെ എന്നാൽ ഇതൊക്കെ ഒന്ന് വന്ന് കാണണം. 6 മണി ആയിട്ടുള്ളൂ, പക്ഷെ അപ്പോഴേക്കും ഇരുട്ടി, വിൻറ്റേഴ്സ് അല്ലേ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഒരു അറബിക് ബിൽഡിങ്സ്, അറബിക് കൾച്ചർ, അതൊക്കെ റെപ്രസെന്റ് ചെയ്തത് ഒരു മോഡേൺ വേർഷൻ. നമ്മുടെ യൂറോപ്യൻ ക്രിസ്മസ് മാർക്കറ്റ്സ് പോലെ ഇല്ലേ അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ചെറിയ ചെറിയ കയോസ്ക്സ് ആണ്. സോ യു ഗോട്ട് ദീസ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് സ്റ്റേക്സ് ആൻഡ് സ്നാക്സ്, അങ്ങനത്തെ കുറെ ഫുഡ്. ക്രിസ്മസ് ഡെക്കറേഷൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് തണുപ്പോ, ഇതിന്റെ 10 ടൈംസ് ആണ് നമ്മൾ പോകുന്ന സ്ഥലം. തണുപ്പൊന്നും ഇല്ല. ദേ നമ്മള് പേളിലേക്ക് കയറുവാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും ഒരു പോഷ് ഏരിയ എന്ന് പറയാനുള്ളത് പേളാണ്. കയറുമ്പോൾ തന്നെ വി ക്യാൻ ഫീൽ ഇവിടുത്തെ റിസോർട്ട്സ് തന്നെ ഗ്രാൻഡ് ഹയത്തും റിട്സ് കാൾട്ടൺ ഒക്കെയാണ്.
ആ കാണുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ആണ് ഗ്രീൻ ആയിട്ട് കാണുന്നത്. പക്ഷെ ലുക്ക് അത് ഇതെനിക്കത് ഖത്തർ നാഷണൽ ഡേ പ്രമാണിച്ചായിരിക്കും ചിലപ്പോൾ ഈ ഒരു കളർ തീം ഒക്കെ കൊടുത്തിരിക്കുന്നത്. നോക്ക് എന്ത് ഭംഗിയത്. ഏറ്റവും പോഷ ആൾക്കാരായിരിക്കും ഖത്തറിലെ പേളിൽ താമസിക്കുന്നത്. ഒന്നും പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിക്കുവാണ് പേൾ ഏരിയയുടെ ഒരു വൈബ് കിട്ടാനായിട്ട്. ഇത് മൊത്തം ഇതുപോലെ ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്സും ഹൈ എൻഡ് ആയിട്ടുള്ള ഈറ്റ് ഔട്ട്സും മോൾസും ഒക്കെയാണ്. ഹോസ്പിറ്റലാണ് നോക്കി ഇവിടുത്തെ. ഇത് റോയൽ ഹോസ്പിറ്റൽ, ടർക്കിഷ് റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ മൊത്തം ഏരിയ യൂറോപ്പിന് മോഡൽ ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത്. യൂറോപ്പാണ് ഇവരുടെ ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ്, ആ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ യൂറോപ്പിന്റെ ഒരു ക്ലീൻ മോഡേൺ വേർഷൻ. ഇപ്പൊ യൂറോപ്പ് ഒന്നും അത്രയും ക്ലീൻ അല്ലല്ലോ. ഈ സ്ഥലമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഴുക്ക ഒന്നും കാണാൻ പറ്റില്ല. അത്രയും ക്ലീൻ ആണ്. അതെ, പാർക്കിംഗ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും കിട്ടി. ഓരോ സ്ഥലം കാണുമ്പോൾ ഒരു ഭംഗി കൂടി 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 തോന്നിക്കൊണ്ടിരിക്കും അല്ലേ. ഇനി യൂറോപ്പിൽ പോകണോ? എന്ത് കാര്യം ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തായാലും ഇനി വരും. ഇവിടെ എന്തായാലും വരും, അത് ഉറപ്പായിട്ടാ. ദോഹയിലൂടെ ആ ഫൗണ്ടനിൽ ഒരു കോയിൻ ഇട്ടേക്ക്, തിരിച്ചു വരാനുള്ള ഒരു വിഷും ചെയ്ത്. ഇപ്പൊ നമ്മളിട്ടുണ്ടല്ലോ, ഇവന് ഇവിടെ മൊത്തം കോയിൻ ആയിരിക്കും. ഇനി എല്ലാരും കോയിൻ ഇടും. ആ മെയിൻ ഫൗണ്ടനിൽ ഇടാം. ബാക്കിലേക്ക് ഇടണം. റോയ് ചേട്ടാ അപ്പളേക്ക് കോയിനും നോക്കുന്നു. ഫുൾ നോട്ടാണ്, ഉപയോഗിക്കില്ല. ഒരു ചലഞ്ച് ചെയ്ത് നോക്കണം. വെള്ള സോക്സ് ഇട്ട് റോഡിൽ കൂടെ നടക്കണം, എന്നിട്ട് സോക്സിന്റെ കളർ മാറുമെന്ന് നോക്കണം. എനിക്ക് തോന്നില്ല സോക്സ് ഇട്ട് നടക്കണം. മാറില്ലല്ലോ, അത്രയും ക്ലീൻ ആയിരിക്കും. അവര് അടിച്ചു വാരി വാക്യൂം ചെയ്യും, വാഷിങ്ങും ചെയ്യും. പിന്നെ എങ്ങനെ അഴുക്ക് വരും? നല്ല വെതറും. ഓ ഇതെന്താന്നറിയോ, ഇത് റോക്കറ്റ് എനിക്ക് തോന്നുന്നു ഇതിലെ ബാറാണ്. ഇരുന്ന് പോകുമ്പോ ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. അത് കൊള്ളാലോ. അതാണ് മെയിൻ തിങ്. അതുകൊണ്ടായിരിക്കും എത്രയും നീറ്റ് ആയിട്ടും ഇരിക്കുന്നത് അല്ലേ. പൈസ ഉണ്ടല്ലോ പ്രിയവർക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ഭയങ്കര തിരക്കല്ലേ, ആൾക്കാർ കൂടുതൽ വെൽത്ത് ഇല്ലല്ലോ ഒപ്പരാളില് നോക്കുമ്പോ. അതുകൊണ്ടായിരിക്കാം ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് എന്തോ എനിക്ക് ഭയങ്കര ക്രൗഡഡ് അല്ലാത്തോണ്ട് ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊരു ഭംഗിയാ പറയാ ഇത്. നമ്മൾ ഇത്ര എൻജോയ് വേറെ കാര്യം എന്താണ്, ഈ വന്ന ടൈം നല്ല വെതറും അല്ലേ. ഇത് നോക്കി ഇവിടെ എന്ത് രസം. എല്ലാ റെസ്റ്റോറൻറ്റ്സ് ആണ്, എല്ലാ റെസ്റ്റോറൻറ്റ്സ് കാണുന്നതൊക്കെ ലക്ഷറി ഫ്ലാറ്റ്സ് ആണ്, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ്. ആൻഡ് ദെൻ ഇവിടെയും നല്ല ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്, ഔട്ട്ഡോറിൽ ഫുട്ബോൾ സ്ക്രീൻ ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഒരു ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു. ഫ്ലാറ്റാ അല്ല, അവരുടെ ഒരു ഭാഗ്യമേ. ഇവിടേക്കൊക്കെ വൈകുന്നേരം അവര് പറയുന്നത് മിക്കതും മറ്റേ ഫോറിനേഴ്സ് ആയിരിക്കും, അമേരിക്കൻസ് യൂറോപ്യൻസിന് കമ്പനി കൊടുക്കുന്ന ഫ്ലാറ്റ്. അത്ര എക്സ്പെൻസീവ് ആണ് ഇവിടെ. പോലെ പ്രിയ പബ്ലിക് ടോയ്ലറ്റ് ആണ്, പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അതിന്റെ എൻട്രൻസ് തന്നെ നോക്ക്, പബ്ലിക് ടോയ്ലറ്റാ. അൺബിലീവബിൾ. എന്ത് പബ്ലിക് ടോയ്ലറ്റ്? ഹയാത്തിലെ ടോയ്ലറ്റ് പോയ പോലെ ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ്. ആൻഡ് അവിടെ ഒരു ക്ലീൻ ചെയ്യാൻ ഒരു സ്റ്റാഫും ഉണ്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് അൺബിലീവബിൾ. എനിക്ക് ചൈനയൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്താ ഇങ്ങനെ? ഇവിടുത്തെ എല്ലാ പബ്ലിക് ടോയ്ലറ്റുകളും അങ്ങനെ ഭയങ്കര ഹൈജീനാണ് ഇവിടെ. എല്ലാം ഹൈജീനല്ല, റോഡിന്റെ വൃത്തി, ടോയ്ലറ്റ്സ് എല്ലാം. ആൾക്കാർ ഇങ്ങനെ സുഖിപ്പിക്കരുത്. സ്റ്റാഫ് ഉണ്ടാവും എല്ലാത്തിനും ഉണ്ടാവും. അല്ലേ, ടൂറിസ്റ്റിനാണെങ്കിലും. ഞാൻ ഇപ്പൊ മറ്റേ നമ്മൾ ആ പബ്ലിക് പ്ലേ ഏരിയ ഒക്കെ കണ്ടില്ലേ, നമ്മൾ ഡൗൺ ടൗണിൽ പോയപ്പോ അവിടെ മുഷഫ് ഡൗൺ ടൗണിലെ ആ പബ്ലിക് പ്ലേ ഏരിയ ഇല്ലേ, അവിടെ ഒരു ക്ലീനർ നിൽക്കുന്നുണ്ട്. വെള്ളം സ്പില്ല് ചെയ്താലോ കുട്ടികൾ ബിസ്ക്കറ്റ് കവർ എഴുതിയാലോ അത് ക്ലീൻ ചെയ്യാൻ. ആലോചിച്ച് നോക്കും, ഞാൻ ലോകത്ത് എവിടെയും ഇൻക്ലൂഡിങ് ദുബായ് കണ്ടിട്ടില്ല. പബ്ലിക് ഏരിയയില് പ്ലേ ഏരിയയില് വരെ കണ്ടിട്ടില്ല. ഇത് അത്ഭുതം തന്നെ കേട്ടോ. ബാത്റൂമിൽ ഇപ്പൊ ക്ലീനേഴ്സ് കാണുമായിരിക്കും. നമ്മുടെ പ്ലേ ഏരിയയില്, പബ്ലിക് പ്ലേ ഏരിയ പാർക്കില് ഫുൾ ടൈം ക്ലീനേഴ്സ് എവിടെ കാണും? ഓ സമ്മതിക്കണം. ഞാൻ സല്യൂട്ട് അടിച്ചു. അതെ, ഞാൻ പബ്ലിക് ടോയ്ലറ്റ് കണ്ടിട്ട് സല്യൂട്ട് അടിച്ചു. അടിപൊളി സ്ഥലം. ഷവർമ മാത്രം എനിക്ക് വാങ്ങി തന്നില്ല. ഇന്ന് രാത്രി കുനാഫയും കഴിക്കണം. ഷവർമ അല്ല, കുനാഫ നമുക്ക് വാക്കിഫിന്ന് കഴിക്കാം. അതല്ലേ ഏറ്റവും ബെസ്റ്റ്. അല്ല, അത് അവരുടെ തന്നെ വേറെ ബ്രാൻഡഡ് ഷോപ്പ് വേറെ ഉണ്ട്. അത് മതി, എവിടുന്നാണെങ്കിലും മതി. കുനാഫ കഴിച്ചാൽ മതി. അതെ, മൊത്തം കൊറേ ഏരിയ ഉണ്ടല്ലോ ഇങ്ങനെ തന്നെയാണ്. ഫുൾ ടൈം പെർമനന്റ് ലൈറ്റ് ആണ് ഇങ്ങനത്തെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സൈഡ് മാത്രമല്ല, നമ്മൾ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ എല്ലാ സൈഡും ലൈറ്റ്സ് ആണ് ഇതുപോലെ. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. നമ്മള് ആൻഡ് കിലോമീറ്റേഴ്സ് ലെങ്തിലാണ് അവർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയി ചെയ്തു വെച്ചിരിക്കുന്നത്. ഖത്തർ ലുസൈൽ ടവർ എന്ന് പറഞ്ഞാണ്. ഇതിന്റെ അകത്ത് ഓഫീസ് ബിൽഡിങ്സും റെസിഡൻഷ്യൽ ടവേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാം എന്തൊരു മോഡേൺ സ്ട്രക്ചേഴ്സ്. നമുക്ക്
ഇത് ലൂസേൽ ബോളിവാർഡ്. നോക്ക്, യൂറോപ്പ് മാറി വെക്കും. നമ്മള് പാരീസിലെ ആ സ്ട്രീറ്റ് ഉണ്ടല്ലോ പ്രിയ, എന്തായിരുന്നു മറ്റേ ഷാംഡ അങ്ങനെ എന്തോ ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനെ കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൈഡ് റോഡ്, ഫുട്പാത്ത് തന്നെ റഷ്യയുടെ സൈസാ. ഫുട്പാത്ത്സ് ഫുൾ ലൈറ്റ്സും ബ്യൂട്ടിഫുൾ ബിൽഡിങ്സും. ഷോ എന്ത് ഓൾ നോർമൽ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടാ, പക്ഷെ എന്നാലും അവരെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭംഗിയാണ്. സ്ട്രീറ്റ് സൈഡ് പാർക്കിംഗ്, ചാർജിങ്, ഇത് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ലിഫ്റ്റ്, ഈ കാണുന്നത് ലൈറ്റ്സ്, എവറിത്തിങ് ഇസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. അതെ, ഖത്തർ നാഷണൽ ഡേ പ്രമാണിച്ചായിരിക്കും ലൈറ്റ്സ് ഫ്ലാഗ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നു. I'm just stunned what Doha is right now. പ്രിയ സ്റ്റേഡിയം അത് ആ കാണുന്ന ഫ്ലൈയിങ് വെയില് നോക്ക്, വേറെ ഒന്നും ഇല്ലാണ്ടാ, ശരിക്കും ഒരു ഏലിയൻ പോലെ ഇല്ലേ. ഇവിടുത്തെ ഈ മെക്ഡോണൽഡ്സ് തന്നെ ഉണ്ടല്ലോ, ഭയങ്കര ഒരു എന്താ പറയുന്നത്, അതും ഒരു യൂറോപ്യൻ ഡൈനിങ് പോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് ലൈക്ക്, ഞങ്ങൾ മെക്ഡോണൽഡ്സ് അല്ല, പിള്ളേർക്ക് മെക്ഡോണൽഡ്സ് വേണം എന്ന് പറഞ്ഞ് പോവാണ്. ചേട്ടൻ്റെ 2 പിള്ളേരാണ്. അപ്പോൾ മെക്ഡോണൽഡ്സ് ഇറ്റ്സ് സോ ഹ്യൂജ്, പാർക്കിംഗ് ഇസ് ഫുൾ. ബർഗർ കിങ്ങും അതൊക്കെ കാലിയാണ്. ഇവിടെ മെക്ഡോണൽഡ്സിൻ്റെ ക്രേസ് ആണെന്ന് തോന്നുന്നത്. ബ്യൂട്ടിഫുൾ, ക്ലീൻ ആൻഡ് സ്പേഷ്യസ് പ്ലേസ്. ഒരു എനിക്ക് പ്രോപ്പറായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഫീലാണ് ഇവിടുത്തെ മെക്ഡോണൽഡ്സിലൊക്കെ കിട്ടുന്നത്. ഔട്ട്ഡോർ ഡൈനിങ്ങും ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് ഔട്ട്ഡോർ ഡൈനിങ്. തണുപ്പ് എങ്ങനെയുണ്ട് ദോഹയില്? അപ്പൊ നാളെ വരാൻ പോകുന്ന തണുപ്പ് പ്രിയാ, ഐ തിങ്ക് സോ 1, 2, 3 ടോട്ടൽ മേളില് 4 ലെയറെങ്കിലും ഇടും. ഓഫ്, എന്നിട്ട് പെൻഗ്വിൻ പോക്ക്. നടക്കാൻ പറ്റൂല. ആൻഡ് ഫൈനലി ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടുത്തെ ദോഹയിലെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഫൈനൽ ഡിന്നർ ഫ്രം ദോഹ കഴിക്കാമെന്ന് വിചാരിച്ചു. ടർക്കി സെൻട്രൽ റെസ്റ്റോറൻറ്റ്. ഫേമസ് ആണെന്നാണ് കേട്ടത്, ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടു. കുറേ ബ്രാഞ്ചസ് ഉണ്ട്, എവിടെ വന്നിരിക്കുന്നത് അറിയില്ല. എന്തായാലും ഇവിടുന്ന് തന്നെ ഫൈനൽ മീൽ കഴിക്കാം ദോഹയിലെ. ഇത് ഹമൂസ് വിത്ത് മീറ്റ് ആൻഡ് ഇവിടെ ഒരു സ്പെഷ്യൽ റോട്ടിയാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ. ഗ്രിൽസ് ഒന്നും ട്രൈ ചെയ്യാൻ വയ്യ, അത്രയും ഫുള്ളാണ്. ഓ, ഇത് ഈ റോയൽ ചേട്ടൻ ഇതൊന്നും കഴിക്കില്ല കേട്ടാ. പൊറോട്ട ബീഫിന്റെ ആളാണ്. ഒന്ന് ആലോചിച്ചു ഇവിടെ വന്നിട്ട് പൊറോട്ട ബീഫ് എന്ന് പറഞ്ഞ് തപ്പി നടക്കും. ഞാൻ നാട്ടിൽ എന്തായാലും കുറെ സ്ഥലത്ത് കൊണ്ടുപോവാം പൊറോട്ട ബീഫിന്റെ. ഭയങ്കര ടേസ്റ്റി ആട്ടോ, വളരെ ഫൈൻലി കുക്ക്ഡ്, നന്നായി ഗ്രിൽ ചെയ്ത മീറ്റ്. അമൂസിന് നല്ല കടലയുടെ ടേസ്റ്റ്, ചെറുതായിട്ട് അണിയൻസും അതൊക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇതും ഇവിടെ ഉള്ളവർ മസ്റ്റ് ട്രൈ ആണ് ടർക്കി സെൻട്രലിൽ. നമുക്ക് സ്പൈസസും എല്ലാം ഉണ്ട്. വേണ്ടെന്ന് പറഞ്ഞ ആളാ, അടിയായത് ഓൾമോസ്റ്റ്. എന്നിട്ടിപ്പം എടുത്തടിക്കുന്നു. എല്ലാവരും ഇവിടെ വന്ന് ബ്രെഡ്സിലാണ് പിടിച്ചിരിക്കുന്നത്. ഇത് ഫസായറാണ്, ചീസുണ്ട്, ചീസ് ആൻഡ് എഗ് ഉണ്ട്, ചീസ് ആൻഡ് എഗ് ആൻഡ് ചിക്കൻ ഉണ്ട്, പിന്നെ സാത്തറും ഉണ്ട്. പ്രിയ സാത്തർ ഫാനായോ? ഇവിടുത്തെ ഷോർമയാണെങ്കിൽ അതിനെയും കാട്ടി റിച്ച്. ഇത് ഏറ്റവും സ്മോൾ ആണ്, ഫുൾ മീറ്റ് ആണ്. നോ മയോ, നോ സോസ്, ഒന്നുമില്ല. ഇവിടെ നോർമൽ ഷോർമ, ബോൾ മീറ്റ് ഷോർമ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. പ്യോർ ഗ്രിൽ മീറ്റ്, ഭയങ്കര ഫീലിംഗ്. ഞാൻ ഇതും കൂടെ കഴിക്കാതെ എങ്ങനെ പോകും? അലക്കർ സ്വീറ്റ്സിൽ വന്ന് ഫൈനലി ഒരു കുനാഫയും കൂടെ കഴിച്ച് ദോഹയിനോട് ബായ് പറയാം. ഇനി അതും കൂടെ കിട്ടിയില്ല എന്ന് പറയണ്ട, എല്ലായി. ബോട്ട് റൈഡ് ഒഴുക, ബോട്ട് റൈഡ് ഒഴുക. ബോട്ട് റൈഡ് നമ്മൾ നെക്സ്റ്റ് ടൈം, അടുത്ത തവണ ബോട്ട് റൈഡാ. എന്താ ഓക്കെ ആണോ കുനാഫ? സെറ്റ് ആണോ? ഇനി സിറപ്പ് വേണ്ട? ടർക്കി കഴിച്ചത് വെച്ചതിനെ കാട്ടി അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചിരിക്കുന്ന ബെസ്റ്റ് കുനാഫ ഇവിടുത്തെ അല്ലേ? എന്തായാലും നിങ്ങൾ ഖത്തറിലുള്ളവരും അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരും ഈ കടയിൽ നിന്ന് തന്നെ ട്രൈ ചെയ്യുക. ഇന്ന് പല ബ്രാഞ്ചസ് ഉണ്ട്. എന്താ പേര് കടയുടെ? എവിടെ? അതെ, അല്ലാക്കർ കേട്ടാ, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റാ. ഇത് തന്നെയാണ് സൂക്ക് വാക്കഫിലുള്ളത്. പാക്ക് ചെയ്യാം, നാളെ പോവാ ഐസാവൻ, ഐസ്ലോളിയാവൻ വിറയ്ക്കാൻ. അങ്ങനെ ഗൈസ്, ബാക്ക് ടു അവർ ഹോട്ടൽ. 4 days in Doha was amazing. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും ദോഹ ഫോർ എ സ്മോൾ ഹോളിഡേ, എസ്പെഷ്യലി ഇൻ ദീസ് മന്ത്സ്.
ഈ വിന്റർ മന്ത്സ് അടിപൊളിയാണ്. ഓബ്വിയസ്ലി കോസ്റ്റ് വൈസ് ഇറ്റ്സ് നോട്ട് വെരി ചീപ്പ് ആൻഡ് ഓൾ, പക്ഷേ ദുബായ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് മച്ച് ചീപ്പ്. ഇപ്പോൾ വെള്ളമടി പാർട്ടി അല്ലെങ്കിൽ അധികം ക്രൗഡ് ഇഷ്ടമല്ലാത്ത അങ്ങനത്തെ ഒക്കെ വർക്ക് ഇത് പറ്റിയ സ്ഥലമാണ്. എനിക്ക് ഭയങ്കര 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 ഇഷ്ടമായി. ഇറ്റ്സ് സോ മോഡേൺ, ക്ലീൻ, ട്രാൻസ്പോർട്ടേഷൻ ഇസ് ചീപ്പ്, ഫുഡ് നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും കഴിക്കാം, നല്ല നല്ല സ്റ്റേ, സ്മോൾ ഏരിയ ആണ്, അതുകൊണ്ട് വേഗം കവർ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ദോഹ. സോ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ജേർണി കണ്ടിന്യൂ ആണ്. ആൻഡ് ഞങ്ങൾക്ക് വി ഗോട്ട് അനദർ ഫാമിലി ഓവർ ഹിയർ, റോയ് ചേട്ടൻ ആൻഡ് ഫാമിലി. ദി ട്രീറ്റഡ് അസ് സോ ഗുഡ്. അതാണ് ഞങ്ങൾക്ക് ദോഹ ഈ ഓൾറെഡി അടിപൊളിയാണ്, അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത്. ഹൗ ദേ ട്രീറ്റഡ് അസ് ആൻഡ് ലോട്ട് ഓഫ് സബ്സ്ക്രൈബേഴ്സ് കെയിം ആൻഡ് മെറ്റ് അസ്. അവർ ഭയങ്കര അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു നമുക്ക് ദോഹയിൽ നിന്ന് കിട്ടിയത്. ഇറ്റ്സ് ലൈക്ക് ലിറ്ററലി എന്താ പറയുക, ഭയങ്കരമായിട്ട് ഈ റാഹത്തായി എന്ന് പറയില്ല, അത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ദോഹയിൽ നിന്ന് പോകുമ്പോൾ തോന്നുന്നത്. സോ എന്തായാലും നാളെ പറ്റുമെങ്കിൽ വ്ളോഗ് ഇടാം, അല്ലെങ്കിൽ നാളെ എന്തായാലും ഞങ്ങൾ വേറെ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് വളരെ അടിപൊളി ഒരു ട്രാവൽ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി കൂൾ ആൻഡ് ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഒരു വിന്റർ വണ്ടർലാൻഡിലേക്കാണ് ഗെറ്റ് അവേ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.